said that one's words reflect one's character. ഒരാളുടെ സ്വഭാവം അയാളുടെ വാക്കുകളിലൂടെ പ്രകടമാകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. Here we are discussing such a topic, how to speak so that people want to listen, by Julian Treasure. Julian Treasure എഴുതിയ How to speak so that people want to listen. മറ്റുള്ളവർ നമ്മൾ പറയുന്നത് എങ്ങനെ കേൾക്കും, അല്ലെങ്കിൽ അത് കേൾക്കാൻ അവരെ ആകർഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം, അതിനുള്ള ടിപ്സുകളാണ് അദ്ദേഹം ഈ ഒരു ടെഡ് ടോക്ക് സീരീസിൽ പറയുന്നത്. ഒരു ടെഡ് ടോക്ക് സീരീസ് ആണിത്. ടെഡ് മീൻസ് ടെക്നോളജി, എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഡിസൈൻ. ആ ടെഡ് ടോക്ക് സീരീസിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ AEC ലിറ്ററേച്ചർ. സെക്കൻഡ് സെം FIUGP സെക്കൻഡ് സെം AEC ലിറ്ററേച്ചർ ഉൾപ്പെട്ട ചാപ്റ്ററാണ്. And Julian Treasure is a world-renowned international speaker and an expert in communication and sound. കമ്മ്യൂണിക്കേഷൻ, സൗണ്ട് എന്നീ മേഖലകളിൽ ഒരു എക്സ്പെർട്ടായ വ്യക്തിയാണ് അദ്ദേഹം. അതേപോലെ തന്നെ വേൾഡ് റിനൗണ്ട്, ഇന്റർനാഷണൽ, റിനൗണ്ട് മീൻസ് ഫേമസ്, വളരെ പ്രശസ്തനായ ഇന്റർനാഷണൽ സ്പീക്കറാണ്. ആൻഡ് ഹി ഈസ് ഫേമസ് ഫോർ ഹിസ് ടെഡ് ടോക്ക് ടൈറ്റിൽഡ് ഹൗ ടു സ്പീക്ക് സോ ദാറ്റ് പീപ്പിൾ വാണ്ട് ടു ലിസൺ. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ജനപ്രിയനാക്കിയ ഒരു ടെഡ് ടോക്ക് സീരീസ് ആണ് നിങ്ങൾ പറയുന്നത് എങ്ങനെ മറ്റുള്ളവർ ശ്രദ്ധിച്ചിരിക്കും എന്ന ഈ ഒരു ടോക്ക് സീരീസ്. ആൻഡ് ഹിസ് ഫേമസ് ബുക്സ് ആർ ഹൗ ടു ബി ഹേർഡ് ആൻഡ് സൗണ്ട് ബിസിനസ്. അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രശസ്തങ്ങളായ പുസ്തകങ്ങളാണ് ഹൗ ടു ബി ഹേർഡ്, അതേപോലെ തന്നെ സൗണ്ട് ബിസിനസ് എന്നീ രണ്ട് പുസ്തകങ്ങളിലൂടെയും അദ്ദേഹം പ്രശസ്തനായി. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പ്രശസ്തനാക്കിയത് ഈ ടെഡ് ടോക്ക് സീരീസ് ആണ്. അതിൻ്റെ പേര് ഹൗ ടു സ്പീക്ക് സോ ദാറ്റ് പീപ്പിൾ വാണ്ട് ടു ലിസൺ. ആൻഡ് വോയിസ് ഈസ് എ പവർഫുൾ ടൂൾ ആൻഡ് ഓഫൺ ദ യൂസേഴ്സ് ആർ ഇഗ്നോറൻറ്റ് ഓഫ് ഇറ്റ്സ് ഇമ്പാക്റ്റ്. നമുക്കറിയാം, നമ്മളുടെ ശബ്ദം അല്ലെങ്കിൽ നമ്മളുടെ വാക്കുകൾ പലപ്പോഴും ഒരു ശക്തമായ ഒരു ആയുധമാണ്, അല്ലേ? അതായത് പെൻ ഈസ് മൈറ്റിയർ ദാൻ സോഡ്. പെൻ എന്ന് പറയുന്നത് ഇവിടെ വേർഡ്സ് ആണ്, വാക്കുകൾ. മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തമായ ആയുധമാണ്. അത്രത്തോളം പവർ അല്ലെങ്കിൽ ആ ഒരു ശക്തി നമ്മളുടെ വാക്കുകൾക്കുണ്ട്. ആ വാക്കുകളുടെ ശക്തി പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അറിയുന്നില്ല. അത് നമ്മൾ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ ഹറാസ് ചെയ്യുന്ന സമയത്ത് അത് കേൾക്കുന്നവരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രത്തോളമാണെന്ന് പറയുന്ന ആൾക്ക് ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. ആൻഡ് ഇൻ ഹിസ് ടെഡ് ടോക്ക് ഹൗ ടു സ്പീക്ക് സോ ദാറ്റ് പീപ്പിൾ വാണ്ട് ടു ലിസൺ, he focuses on the benefits of effective communication and the need to nurture the skills. അദ്ദേഹം അതുകൊണ്ട് ഈ ഒരു ടോക്ക് സീരീസിൽ പറയുന്നത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, അതിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആകണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ നമ്മൾ സ്കിൽസ് വളർത്തിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്, ഇതൊക്കെയാണ് അദ്ദേഹം ഈ ടെക് സീരീസിൽ പറയുന്നത്. ആൻഡ് ഹി ഹൈലൈറ്റ്സ് 7 deadly sins of speaking. അദ്ദേഹം അതിനായിട്ട് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ചെയ്യരുതാത്ത 7 കാര്യങ്ങളുണ്ട്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 7 കാര്യങ്ങൾ. ആൻഡ് ദേ ആർ ഗോസിപ്പിംഗ്, ജഡ്ജിങ്, നെഗറ്റിവിറ്റി, കംപ്ലൈനിങ്, എക്സ്ക്യൂസിങ്, ലൈങ് ആൻഡ് ഡോഗ്മാറ്റിസം. എന്തൊക്കെയാണ് ഈ 7 കാര്യങ്ങൾ? ഗോസിപ്പിംഗ്, ഒരിക്കലും നമ്മൾ ഗോസിപ്പ് പറയാതിരിക്കുക, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഗോസിപ്പ് നടത്താതെ ഇരിക്കുക, കഴിയുന്നതും അത് ഒഴിവാക്കുക. പിന്നീട് ജഡ്ജിങ്, അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്നൊരു ജഡ്ജ്മെൻറ്റ് നടത്താതെ, അതായത് മുൻകൂട്ടി നമ്മൾ പലതും ജഡ്ജ് ചെയ്യുക, അതങ്ങനെയാണ് ഇതിങ്ങനെയാണ്, ചിലപ്പോൾ അതായിരിക്കില്ല കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ നെഗറ്റിവിറ്റി, എപ്പോഴും നെഗറ്റീവ് പറയുന്ന ആ ഒരു സ്വഭാവം. അതേപോലെ നെഗറ്റീവ് മീൻസ് എല്ലാത്തിലും ഒരു മോശം കണ്ടെത്തുന്ന സ്വഭാവം, നല്ലതിനെ കാണാതെ ആ നെഗറ്റീവ് പാർട്ട് മാത്രം കാണുന്ന ആ ഒരു സ്വഭാവം. അതേപോലെ കംപ്ലൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക, അതില്ല, ഇതില്ല, മറ്റേതില്ല, മറിച്ചതില്ല എന്നുള്ള ആ ഒരു കംപ്ലൈനിങ് പറയുന്നത്. അതേപോലെ തന്നെ എക്സ്ക്യൂസ്, എല്ലാത്തിനും ഒഴികഴിവ് പറയുന്നത്, എന്തിനായാലും ഒരു എക്സ്ക്യൂസ് കണ്ടെത്തുന്ന ആ സ്വഭാവം. അതേപോലെ ലൈങ്, കള്ളത്തരം പറയുക, എല്ലാ കാര്യങ്ങൾക്കും. അത് നേരത്തെ പറയാറുണ്ട്, അതായത് ചെറിയ ചെറിയ നുണകൾ, ഒരു നുണ പറയാൻ അല്ലെങ്കിൽ ഒരു കള്ളം മറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല കള്ളങ്ങൾ പറയേണ്ടി വരും. അങ്ങനെ കള്ളം പറയുന്നത് മാക്സിമം കുറയ്ക്കുക, അല്ലെങ്കിൽ അത് ഇല്ലാതാക്കിയാൽ. അതേപോലെ ഡോഗ്മാറ്റിസം മീൻസ് ജനറൽ ഡിസ്ട്രസ്റ്റ് ഓഫ് പീപ്പിൾ ആണ് ഡോഗ്മാറ്റിസം. അതായത് പൊതുവെ ആരെയും വിശ്വസിക്കാത്ത അവസ്ഥ, പച്ചവെള്ളം പോലും വിശ്വസിക്കില്ല, കുടിയാവെള്ളത്തെ പോലും വിശ്വസിക്കാത്ത അവസ്ഥ നമ്മൾ പറയുന്ന പോലെ, അതിനെയാണ് ഡോഗ്മാറ്റിസം. ഒന്നിനെയും വിശ്വാസമില്ലാത്ത
ആ ഒരു സ്റ്റേറ്റ്. ഈ 7 കാര്യങ്ങളാണ് 7 ഡെഡ്ലി സിൻസ് ഓഫ് സ്പീക്കിംഗ് എന്ന് ജൂലിയൻ ട്രെഷർ പറയുന്നത്. ആൻഡ് ഹി ഇൻസിസ്റ്റ് ദ റീഡേഴ്സ് ടു ഗിവ് ഇമ്പോർട്ടൻസ് ടു ദ ക്യാച്ച് വേർഡ് ഹെയിൽ. പിന്നീട് അദ്ദേഹം പറയുന്നു ഹെയിൽ എന്ന വാക്ക് അത് നമ്മളുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട വാക്കുകളാണ് ഹെയിൽ എന്നത്. ഹെയിൽ എന്നതിൻ്റെ എക്സ്പാൻഷൻ ഹെയിലിൻ്റെ എച്ച് മീൻസ് ഓണസ്റ്റി, എ മീൻസ് ഓതൻറ്റിസിറ്റി, ഐ മീൻസ് ഇൻറ്റഗ്രിറ്റി ആൻഡ് എൽ മീൻസ് ലവ്. ഓണസ്റ്റി മീൻസ് സത്യസന്ധരായിരിക്കണം. അതേപോലെ എ ഓതൻറ്റിസിറ്റി, നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഓതൻറ്റിസിറ്റി ഉണ്ടാകണം. ഓതൻറ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടാകരുത്. നമ്മൾക്ക് സത്യമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ, ഓതൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക. അതേപോലെ ഇൻറ്റഗ്രിറ്റി, പറയുന്നതിലൊരു ഐക്യം ഉണ്ടാകണം. അതായത് പറയുന്ന വാക്കുകൾ തമ്മിൽ പരസ്പര ബന്ധമില്ലാത്തതാകാൻ പാടില്ല, അവ തമ്മിലൊരു ബന്ധമുണ്ടാകണം. അതേപോലെ ലവ്, സ്നേഹം ഉണ്ടായിരിക്കണം. പറയുന്ന വാക്കിൽ തന്നെ ഒരു വെറുപ്പോ വിദ്വേഷമോ ഒന്നും ഇല്ലാതെ ആ സ്നേഹത്തോടു കൂടിയുള്ള ആ ഒരു സംസാരത്തിലൂടെയൊക്കെ നമുക്ക് മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയും. ആൻഡ് ഹി ഓൾസോ സ്ട്രെസ്സസ് ഓൺ ദ റോൾ ഓഫ് വൺസ് വോയിസ്, പിച്ച്, പേസ് ആൻഡ് വോളിയം. പിന്നെ അദ്ദേഹം പറയുന്നു നമ്മളുടെ ശബ്ദത്തെ സ്നേഹിക്കണം. പലപ്പോഴും നമ്മളുടെ ശബ്ദം ഇഷ്ടമല്ല എന്ന് പറയുന്ന പല ആളുകളെയും കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയല്ല, നമ്മളുടെ ശബ്ദം അത് ചിലപ്പോൾ പരിക്കനായ ശബ്ദമായിരിക്കാം, ചിലപ്പോൾ വളരെ ഷ്രിൽ വോയിസ് ആയിരിക്കാം. അതേത് ശബ്ദമായാലും അതിനെ നമ്മൾ ഇഷ്ടപ്പെടണം. അതേപോലെ തന്നെ അതിൻ്റെ വോയിസ് മോഡുലേഷൻ വരുത്തിയിട്ട് എവിടെയൊക്കെയാണോ അതിന് പിച്ച് വേരിയേഷൻ വരേണ്ടത്, അല്ലെങ്കിൽ ഹൈ പിച്ച് വേണ്ട സ്ഥലത്ത് ഹൈ പിച്ച് കൊടുത്തിട്ട്, അങ്ങനെ ലോ പിച്ച് ആണെങ്കിൽ ലോ പിച്ച്, അങ്ങനെ വേണ്ട സ്ഥലത്ത് വോയിസ് മോഡുലേഷൻ വരുത്തി നമ്മളുടെ ശബ്ദത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവർ തീർച്ചയായിട്ടും നമ്മളുടെ വാക്കുകളെ ശ്രദ്ധിക്കും. അതേപോലെ ഹി ഓൾസോ സ്ട്രെസ്സസ് ദ നീഡ് ടു സ്പീക്ക് വിത്ത് ക്ലാരിറ്റി ആൻഡ് പ്രിസിഷൻ. അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കളകള പറയാതെ അതിനൊരു ക്ലാരിറ്റി വേണം. വ്യത്യാസമായിട്ട്, അതായത് മറ്റുള്ളവരുടെ സംസാരത്തിൽ നിന്ന് വ്യത്യസ്തമായി ക്ലാരിറ്റി, വ്യക്തതയോടുകൂടി നമ്മൾ സംസാരിക്കണം. അതേപോലെ പ്രിസിഷൻ എന്ന് പറഞ്ഞാലും അതിൽ സത്യസന്ധത അല്ലെങ്കിൽ ആ ഒരു ഷാർപ്പ് നേച്ചർ ഉണ്ടാവണം. അത് കൃത്യമായിരിക്കണം പറയുന്നത്. മറ്റുള്ളവർക്ക് പറയുന്നത് മനസ്സിലാകാത്ത രീതിയിലാകാൻ പാടില്ല. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ സൗമ്യമായി, അതേപോലെ തന്നെ ആ ഒരു വെറുപ്പോ വിദ്വേഷമോ ഒന്നും ഇല്ലാതെ മയത്തിൽ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ കേട്ടിരിക്കുമെന്നാണ് ജൂലിയൻ ട്രെഷർ പറയുന്നത്. ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്: വാട്ട് ആർ ദി 7 ഡെഡ്ലി സിൻസ് ഓഫ് സ്പീക്കിംഗ്? സ്പീക്കിങ്ങിലെ 7 ഡെഡ്ലി സിൻസ് അദ്ദേഹം പറയുന്ന 7 കാര്യങ്ങൾ എന്തൊക്കെയാണ്? പിന്നീട് എക്സ്പാൻഡ് ഹെയിൽ, ദ വേർഡ് ക്യാച്ച് വേർഡ് ഹെയിൽ എന്ന് അദ്ദേഹം പറയുന്ന ആ വാക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഹെയിൽ മീൻസ് ഓണസ്റ്റി, ഓതൻറ്റിസിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് ലവ്. ഈ 4 ഹെയിൽ എന്ന ആ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെയും എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ ചോദിക്കും. പിന്നീട് വാട്ട് ഈസ് ദ റോൾ ഓഫ് അവർ ഓൺ ടോൺ അല്ലെങ്കിൽ അവർ ഓൺ വോയിസ് അക്കോർഡിംഗ് ടു ജൂലിയൻ ട്രെഷർ. ജൂലിയൻ ട്രെഷറിൻ്റെ അഭിപ്രായത്തിൽ നമ്മളുടെ ശബ്ദത്തിൻ്റെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ നമ്മളുടെ ശബ്ദം എങ്ങനെ ആയിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെയാണ് ഇതിനകത്ത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു യു. താങ്ക് യു.